ലീഗേരനായിട്ട് ഇന്നെ അംഗീകരിക്കാൻ ഞാൻ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും മുമ്പത്തെ സജീവമായിട്ട് ലീഗിന് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പഴയ ആ ലീഗായിട്ടും സജീവമായിട്ടില്ലല്ലോ. ഇപ്പൊ മുമ്പ് സമസ്തക്ക് എതിരല്ലേനും ലീഗ് സമസ്തന്റെ ഒപ്പം സമസ്തക്ക് എതിരൊന്നും പ്രവർത്തിക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യാറില്ലേനും. മുമ്പ് ഈ സലാമും സാധിക്കങ്ങളും വരുന്നതിന് മുമ്പ് സാധികരിതങ്ങളും പേമസലാമും നേതാക്കളാണിന് മുമ്പൊന്നും സമസ്തക്ക് എതിരല്ലേനും. അപ്പൊ അതുകൊണ്ട് സമസ്ത ലീഗിനെതിരൊന്നും പറയേ ചെയ്യേ പ്രവർത്തിക്കുകയോ ഒന്നുമില്ല. മുമ്പ് ഈ ചെറുശ്ശേരിയൊക്കെ പട്ടിക്കാട് പ്രസംഗിക്കുന്നത് കണ്ടി ലീഗ് ഞങ്ങളൊക്കെ ലീഗേരാണ് പറഞ്ഞാൽ. ഇപ്പൊ ലീഗിന് എതിരല്ലേ സമസ്തക്കാര്. അതെന്തുകൊണ്ട് ലീഗേരൊക്കെ സമസ്തക്കെതിരായി. ലീഗിന് ഒരൊറ്റ നേതാവ്, ഒരു MLA അല്ലെങ്കിൽ മുൻ മന്ത്രിമാരിൽപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള 17 MLA എല്ലാവരും സമസ്ത വിരോധികളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമസ്തക്കാർ ഇന്ന പോലത്തെ ലീഗുകാരൊക്കെ മനസ്സിൽ ഇനി കുറച്ച് സീറ്റാണ് പോയാലും വേണ്ടില്ല, ലീഗ് തോൽക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് ഉറപ്പന്നല്ലേ. എന്നിട്ടെങ്കിലും ഒന്ന് പാഠം പഠിക്കട്ടെ. പഞ്ചായത്ത് ഇലക്ഷനിൽ ഇങ്ങോട്ട് പോകണം. കുറച്ച് ബോർഡുകളും പഞ്ചായത്ത് കിട്ടിയ ഭരണങ്ങളും ലീഗും ലീഗ് ഭരിച്ചിയ പഞ്ചായത്തൊക്കെ നഷ്ടപ്പെടണം. എന്നാലെങ്കിലും ഇവരൊന്ന് നിയമസഭയിലും അപ്പോഴാണ് ബോധം വരിക. നിയമസഭ വരാൻ പോവില്ലേ. അപ്പൊ പഞ്ചായത്തിൽ ലീഗ് പറ്റ തോറ്റ അമ്പിന്നായാൽ അങ്ങോട്ട് എന്താണ് ഒരൊറ്റ പഞ്ചായത്തും കിട്ടിയത്. ആനക്ക പഞ്ചായത്തൊക്കെ നഷ്ടപ്പെടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആ ജാതി കളിയല്ലേ കുഞ്ഞാനൊക്കെ കളിച്ച്. അത് നമ്മൾ എല്ലാവരോടും പറഞ്ഞല്ലേ. ഇപ്പൊ KMCC ഗ്രൂപ്പിലടക്കം KMCCയിലുള്ള സമസ്തക്കാർക്കും അതന്നെ ആഗ്രഹിക്കുന്നത്, ലീഗ് തോൽക്കണം. എന്നിട്ട് അപ്പൊ നിയമസഭയിൽ വൈക്ക് വരും. അപ്പോ ഈ സാധിക്കളിതങ്ങളൊക്കെ CAC എന്നൊക്കെ രാജിവെച്ചുകാണ്ട് വൈക്ക് സമസ്തന്റെ കീഴിലാഴ്ചകൾ വരും. ഇപ്പൊ സാധിക്കളിതങ്ങളാണെങ്കിലും ഒക്കെ കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അത് ഒതുങ്ങണം. അതന്നെ പറയുന്നത്. ഞാൻ പഴയ ലീഗുകാരനല്ല. എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർ പഴയ ലീഗുകാരല്ല. ലീഗ് സമസ്തക്ക് എതിരായി മാറി. ലീഗൊക്കെ സമസ്തക്ക് എതിരാണ്. ലീഗ് സമസ്തക്ക് എതിരായപ്പോ നമ്മൾ ലീഗിനും എതിര് തന്നെയാണ്. അത് ഉറപ്പല്ലല്ലോ ഇപ്പോൾ. അത് ലീഗ് ഈ വോയിസ് PPF നിങ്ങളെന്നെ വിട്ടളി. മുമ്പ് ലീഗ് സമസ്തന്റെ ഒപ്പേനു. ഇപ്പൊ സമസ്തന്റെ ഏറ്റവും വലിയ ശത്രു ഈ ആകാശത്തിന്റെ താഴ്ത്തി ഭൂമിയിൽ സമസ്തന്റെ ഏറ്റവും ഒന്നാമത്തെ ശത്രു ലീഗാണല്ലോ. സാധിക്കളിതങ്ങളല്ലേ സമസ്തന്റെ ഒന്നാമത്തെ ശത്രു. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ കുറച്ച് വാർഡുകളും പഞ്ചായത്തുകളും ലീഗിന് നഷ്ടപ്പെടണം. അതന്നെ പറഞ്ഞത്. അപ്പൊ വൈക്ക് വരും. അപ്പൊ നിയമസഭയിൽ അപ്പൊ ഒരു സമസ്ത പറഞ്ഞൊക്കെ അംഗീകരിക്കും. ആദ്യം CAC മൂപ്പര് ഒഴിവാകണം. പിന്നെ PMS സലാമിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. അതന്നെ സമസ്ത പറഞ്ഞില്ലേ. ഒരു മാറ്റാന്ന് പറഞ്ഞല്ലേ. ഇതുവരെ മാറ്റിക്കണോ? ലീഗൽ ജയിച്ചുകൊണ്ട് കുറെ പഞ്ചായത്ത് ഭരണം, ഇപ്പൊ നിയമസഭയിൽ കുറെ ജയിച്ച് കുറെ വാർഡ് MLA-മാരൊക്കെ ഉണ്ടായ എന്തായാലും പോലെ ഒക്കെ സമസ്തന്റെ എതിരാളികളെ കാരണം UDF ഭരണം കിട്ടി ലീഗിൽ കുറെ മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ സമസ്ത നിരോധിക്കൂലേ? ഈ പഹയന്മാര് ഈ ലീഗിന്റെ മന്ത്രിമാര് സമസ്ത നിരോധിക്കൂലേ? അപ്പൊ ലീഗുകാർ കയറാൻ പാടില്ല. അതന്നെ പറഞ്ഞത്. അതിന്റെ മലയാളത്തിൽ പറയണൊക്കെ എല്ലാ ഗ്രൂപ്പിലും എല്ലാവരും ചർച്ച ചെയ്യണ്. ലീഗുകാരന് സമസ്തക്കാര് പറഞ്ഞതല്ലേ ലീഗുകാർക്ക് വോട്ട് ചെയ്യരുതെന്ന്. അപ്പൊ ഞാൻ ലീഗുകാരനല്ലാതെ ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഞാൻ പഴയ ലീഗുകാരനല്ലല്ലോ. സമസ്ത വിരോധികളായി മാറി ലീഗ്. അപ്പൊ നമ്മളും ലീഗിൽ നിന്ന് വിട്ടു. ഇനി സമസ്ത ലീഗിന് ഭയപ്പെട്ടുകാണ്ട് പഴയ ഐതങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നോ, മുഹമ്മദ് ഷാബ് തങ്ങളുടെ കാലത്ത് എങ്ങനെ ആയിരുന്നോ, ഉമർ അലി തങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നു ലീഗ്, അതുപോലെയാണ് വരട്ടെ. അത് സാധിക്കില്ല. തങ്ങൾക്ക് ഓതി കൊടുക്കേ. മൂപ്പർക്കാണ് അന്തല്ലാത്ത പണി ചെയ്യണേ. സമസ്ത തള്ളിയ CAC തങ്ങി നടക്കണേ. അയാള് അവിടുന്ന് തലക്കന്ന് കൊണ്ടുവരേ, അവിടുന്ന് നന്നാക്കി കൊണ്ടുവരാണ്ട്. സമസ്തന്റെ ശത്രുവല്ലേ സാധിക്കില്ല. ഞങ്ങൾ സുപ്രഭാതം വായിക്കരുത് അറിഞ്ഞില്ലേ?
അവന് മുമ്പിൽ മാപ്പ് പറയണം. പരസ്യമായിട്ട് സാധിക്കല് തങ്ങളോട് മാപ്പ് പറയണം. അല്ല, സാധിക്കല് തങ്ങൾ സമസ്തയോട് മാപ്പ് പറയണം. സുപ്രഭാതം വായിക്കണം. മുമ്പിൽ വീഡിയോ വിടട്ടെ, സുപ്രഭാതത്തിന്റെ പരസ്യം കൊടുക്കട്ടെ. അല്ലാതെ എന്ത് ലീഗ? ഇപ്പൊ ലീഗ് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ലീഗിന് വോട്ട് ചെയ്യാറിഞ്ഞാൽ സമസ്തക്ക് എതിരെ പ്രവർത്തിക്കലല്ലേ? ഇപ്പത്തെ ലീഗ് സമസ്തന്റെ ശത്രുവാണല്ലോ. ഇപ്പത്തെ ഈ ഈ സമയത്ത് ഇപ്പൊ ഈ വോട്ട് പോകുമ്പോൾ ലീഗിന് വോട്ട് ചെയ്യാൻ പാടില്ല. ചാൻസ് ഹറാമാണത്. അതാണ് രവി പറയുന്നത്. സമസ്തന്റെ ശത്രുവാണ്. പഴയ മധുരല്ലല്ലോ ഇപ്പൊ ലീഗ്. മുമ്പ് സമസ്ത ലീഗ് ഒന്നേ. ഇപ്പൊ സമസ്ത ലീഗ് വെച്ച് ഒരു ബന്ധവുമില്ല. അതന്നെയല്ലേ അലിസാഹിബ് ഗ്രൂപ്പിലൊക്കെ പറയണേ. അടുത്ത കാലത്തായി ലീഗില് ഇപ്പൊ ഇങ്ങനത്തെ അടിയും പൊടിയും നായാട്ടൊന്നും മുമ്പില്ലേനും. വൈദ്യുതികളുടെ കാലത്തോ ശാബ്ദങ്ങളുടെ കാലത്തൊന്നും ഇല്ലേനോ. തങ്ങൾ പറയുമ്പോ തങ്ങളെ പൊറിച്ചിട്ട് എല്ലാവരും ഒതുങ്ങിയിരുന്നു. എല്ലാവരും നേതാക്കന്മാരെ അനുസരിച്ചിരുന്നു. ഇപ്പൊ ഒന്ന് പി എം എ സലാമാണ്, ഒന്ന് സാദിഖലി തങ്ങളാണ്. രണ്ടാളിയും അണികൾ അംഗീകരിക്കണില്ല, പിന്നെ അനുസരിക്കണില്ല. പി എം എ സലാമിന് വരെ ഇവിടെ ഖത്തറിലും കുവൈത്തിലും വരുമ്പോൾ ആട്ടിയടിച്ചിട്ട് മുപ്പര് ഇറങ്ങി ഓടി മണ്ടിയിക്കില്ലേ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ റിയാദത്ത് മുപ്പരെ കൊണ്ടുവരാൻ വേണ്ടി ഇലക്ഷന് മുമ്പൊന്ന് ഒരാഴ്ച ഇവിടെ വന്ന് പോകാം, ഒരു 2 ദിവസം റിയാദില് വരാൻ പറഞ്ഞിട്ട് മുപ്പര് ഇന്ന് തല്ലാനല്ലേന്ന് ചോദിച്ചു. ആ KMCC-കാരോട്, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി അല്ലേ പി എം എ സലാം, ഇന്നെ തല്ലാനല്ലേ? KMCC-കാരോട് മൂപ്പര് ചോദിക്കുക, ഇന്നെ തല്ല മൂപ്പര് തല്ലാനാണ് കൊണ്ടുവരണേ? മൂപ്പർക്ക് അറിയാതെ തല്ലു കിട്ടുമെന്ന്. അപ്പൊ ഈ അടിയും പിടിയൊക്കെ മുസ്ലിം ലീഗിന് സമസ്തന്റെ കുരുത്തക്കെടാണ്. ആ ജനങ്ങൾ അറിയണ്ടേ കുരുത്തക്കേടുള്ളത്? സമസ്തന്റെ കുരുത്തക്കെടാണ്, തമ്മിൽ തല്ലുകയാണ് ഇപ്പോ. അത് ജനങ്ങൾ അറിയിക്കണ്ടേ? മുമ്പ് ഇങ്ങനെ തല്ല് കണ്ടീനോ നിങ്ങള്? സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ തല്ലുണ്ടായിരുന്നു? ഇല്ല. ഇപ്പൊ തുടങ്ങിയ ഇനിയിപ്പോ നിൽക്കൂല, ഇനിയിപ്പോ തല്ല് തന്നെ.